വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ബ്രില്യൻസ് അക്കാഡമി. നമ്മൾ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ 21st വണ്ണാണ് എടുക്കുന്നത്. അപ്പം ഇതിലും നമുക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോ നോക്കുന്ന സമയത്ത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡു ചെക്ക് ദാറ്റ് വീഡിയോ. അപ്പോൾ നോക്കുക, ഫസ്റ്റ് സെക്ഷനാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ 21st 21ാമത്തേൽ കേട്ടോ. അപ്പം ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ആളുകൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്വയറിങ് നോളജോ അല്ലെങ്കിൽ അതായത് നമുക്ക് ജീവോപാധി, അതായത് ഏർണിങ്, ഒരു ലിവിങ്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ആണ്. അതായത് എഡ്യൂക്കേഷൻ ആസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ മീൻസ് എക്വയറിങ് സർട്ടൻ നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ഓർഡർ ടു ഏൺ ദിയർ ലിവിങ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്കില്ല് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇതാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ദാറ്റ്. ആ ഒരു ഏർണിങ്ങിന് അപ്പുറത്തേക്കായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് ഉദ്ദേശിച്ചത് വെച്ചാൽ, മനുഷ്യന്മാരെന്ന് പറയുന്നത്, ഹ്യൂമൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെറും വേജ് ഏർണിങ് മെഷീൻസ് അല്ല, ജോലി ചെയ്യാനും ശമ്പളം വാങ്ങാനും വേണ്ടി ജീവിക്കാൻ മാത്രമുള്ളവരല്ല എന്ത്? ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. മനുഷ്യന്മാരുടെ പേർപ്പസ് എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല, ഈ ഒരു ഏർണിങ്ങും അത് സ്പെൻഡ് ചെയ്യുക, അത് മാത്രമല്ല ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വേജ് ഏർണിങ് മെഷീൻ അല്ല ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. കാരണം ഹ്യൂമൻസിന് നമുക്കറിയാം they are involved with emotions-ഉം ഫീലിങ്സും അതൊക്കെ വെച്ചിട്ട് ഭയങ്കര അങ്ങനെയാണ് മനുഷ്യന്മാരാവുന്നത് അല്ലേ? കുറേ ഫീലിങ്സും ഇമോഷൻസും വെച്ച് അതിലൊക്കെ വെച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതമായി മാറുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. ഈ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ സോഷ്യൽ ബീയിങ്സ് ആയിട്ട് നമ്മളെല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് ആ ഒരു കോർഡിനേഷനും കോ എക്സിസ്റ്റൻസ് ഒക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫീലിങ്സും ഇമോഷൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോഴേ നമ്മൾക്ക് അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരായിട്ട് നമ്മൾ ഏത് സൊസൈറ്റീൻ്റെ ഭാഗമാണോ ആ സൊസൈറ്റിയിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഫീലിങ്സിൻ്റെ ഇമോഷൻസിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പറയുകയാണ് സോഷ്യലൈസേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇതും എന്തിൻ്റെ ഭാഗമാണ്? എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അതായത് ഈ സോഷ്യലൈസേഷനും പിന്നെ അതുവഴി എന്താണ്? റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഉത്തരവാദിത്തമില്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, സമൂഹത്തിലേക്ക് അങ്ങനെയുള്ള കുറച്ച് പീപ്പിൾസിനെ കൊടുക്കുക എന്നുള്ളതാണ് എന്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പ്രോഗ്രസ് ചെയ്യാം, അതുവഴി നമ്മുടെ സൊസൈറ്റി പ്രോഗ്രസ്ഡ് ആവും, അതുവഴി നമ്മുടെ രാജ്യം തന്നെ എന്താണ്? പ്രോഗ്രസ്ഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഗ്രേറ്റ് സിറ്റിസൺസ് ഉള്ള ഒരു കൺട്രി ആണെങ്കിൽ ആ കൺട്രി എന്തായി മാറുന്നു? ഒരു ഗ്രേറ്റ് നേഷനായി മാറുന്നു. അതായത് എല്ലാ മറ്റ് രാജ്യങ്ങൾക്കിടയിലൊക്കെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാജ്യമായി നമുക്ക് മാറാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഭയങ്കര റെസ്പോൺസിബിളാണ്, സിറ്റിസൺസൊക്കെ ഭയങ്കര കമ്മിറ്റഡ് ആണ് എങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏർണിങ് മാത്രമല്ല എഡ്യൂക്കേഷൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, അതിലും അപ്പുറത്ത്, അതായത് ആ ഒരു മെറ്റീരിയൽ ഗെയിൻ നേടുക അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് എന്ത് വേണ്ടത്? എഡ്യൂക്കേഷൻ വേണ്ടത് എന്നാണ് ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് പേരിൽ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി മറ്റൊന്ന് പറയുകയാണ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ ഒരു വ്യക്തിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും എഡ്യൂക്കേഷൻ വലിയൊരു ഭാഗം വഹിക്കുന്നുണ്ട്. കാരണം എഡ്യൂക്കേഷനിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ആ ആളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഒക്കെ നേരിടാനൊക്കെ നമ്മളെ എഡ്യൂക്കേഷൻ പ്രാപ്തരാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളുടെ ഇടയിൽ ആ ഒരു കോഓപ്പറേഷനും കോ എക്സിസ്റ്റൻസും ഫീലിംഗ് ഓഫ് ലവ്, ആ ഒരു ബ്രദർഹുഡ്, പിന്നെ ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകളിലേക്ക് ഇൻപുട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ അല്ലേ? നമുക്കറിയാം, വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ഷെയറിങ് തുടങ്ങുന്നു, കെയറിങ് തുടങ്ങുന്നു, സ്നേഹിക്കാൻ തുടങ്ങുന്നു അല്ലേ? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ എന്ത് സംഭവിക്കുകയാണ്? ഇത് പിന്നീട് നമ്മൾ സ്കൂളിലൊക്കെ പോയി നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു കാര്യം എന്താണ്? ഒന്നും കൂടി സ്ട്രെങ്തൻഡ് ആവുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഉള്ളത്, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുകയാണ് എന്തിലൂടെ ചെയ്യുന്നത്? എഡ്യൂക്കേഷനിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഒരു പേഴ്സൺ ഓൾഡ് ആകുമ്പോൾ, പ്രായമായിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രായാധികമാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ജീവിതത്തിൽ, അതായത് അവർ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ ഒരു അക്യുമുലേറ്റിംഗ് വെൽത്ത് എന്നുള്ളത് മാത്രമല്ല, അതായത് സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല ലൈഫിൻ്റെ മോട്ടീവ് എന്നുള്ളത് ഓരോ പ്രായം കിടക്കുന്നതിനനുസരിച്ച് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആവുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം?
പേഴ്സൺ എന്ത് ചെയ്യും, ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആളെ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വ്യക്തിനെയും ഒരു ഉത്തരവാദിത്തമുള്ള, ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ എന്തിനും പ്രിപ്പയർ ചെയ്യാണ് എഡ്യൂക്കേഷൻ ഓരോരുത്തരെയും പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് മറന്ന് കളയരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തും കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു എന്താണ്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. അത് ഏത് ജോലി എന്നുള്ളത് തീർത്തും നമ്മൾ ആ ഒരു പഠനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണുള്ളത്. അപ്പോൾ അത് മറക്കാതെ തന്നെ നമ്മൾ അത് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം എഡ്യൂക്കേഷനെ നോക്കി കാണാമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മിയർലി എന്ത് മാത്രമല്ല ഏർണിങ്, അതായത് ആ ഒരു എന്താ പറയുന്നത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിട്ട് പറയണേ, ഇറ്റ് ഷുഡ് ടീച്ച് അസ് ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ഓഫ് മോഡേൺ ലൈഫ് ആൻഡ് എനേബിൾ അസ് ടു ലീഡ് എ ഫുൾ ലൈഫ്. അപ്പോൾ എന്താണ്, എഡ്യൂക്കേഷനിലൂടെ നമ്മളെ സ്ട്രെസ്സ് നമ്മൾ നേരിടാനും നമ്മൾ മോഡേൺ ലൈഫിൽ നമ്മളെ പ്രഷർ നമ്മൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ശരിയായ എഡ്യൂക്കേഷൻ എന്നാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് സെക്ഷൻ എന്താണ്, സ്ട്രെസ് ഇസ് നത്തിങ് ബട്ട് മെൻ്റൽ ടെൻഷൻ ഓർ ആങ്സൈറ്റി വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ വർക്ക് അറ്റ് ഹാൻഡ്. നോക്കുക, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് നമുക്കിപ്പം ഓരോ ജോലിക്ക് പോകുന്ന സമയത്ത് ഓരോ ടൈപ്പ് ഓഫ് പ്രഷർ ആയിരിക്കും ഓരോരുത്തർ ഫേസ് ചെയ്യുന്നുണ്ടാവുക. ചിലർക്ക് ആ സെറ്റ് ചെയ്ത് മാർജിൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഓരോരുത്തർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് മെൻ്റൽ ടെൻഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ജോലി സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ ആ ഒരു എന്താ നമ്മൾ ആ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു മെൻ്റൽ ടെൻഷനോ ആങ്സൈറ്റിയോ ആണ് എന്തായി മാറുന്നത്, സ്ട്രെസ്സായി മാറുന്നത്. അതായത് നമുക്ക് ഉള്ള സംഭവം നമ്മൾ എന്താണോ ചെയ്യാനായിട്ട് വേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമുക്കിത് സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ ആ കുട്ടീനോട് പറയുകയാണ്, ജസ്റ്റ് ബിക്കോസ് എന്താണ് ടെൻത്ത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയാം, 10th കഴിഞ്ഞിട്ട് +2 എടുക്കുമ്പോൾ ദേ ആർ സപ്പോസ് ടു ഗോ വിത്ത് സയൻസ് സ്ട്രീം. അപ്പോൾ അത് എടുക്കാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടി സയൻസിൽ അത്ര മികവുള്ള ഒരു കുട്ടി ആയിരിക്കണം എന്നില്ല, പക്ഷെ എന്നാലും തൻ്റെ സിബ്ലിങ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞത് കേട്ടുകൊണ്ട് പാരൻസിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യുകയാണ്, ആ ഒരു സബ്ജക്റ്റ് എടുക്കുകയും പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത വരുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സ് അങ്ങനെ പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോടൊപ്പം ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു എന്താ പറയുന്നത് സ്വാഭാവികമായിട്ട് പിന്നെ അതിൽ പിന്തിരിയാൻ പറ്റില്ല. കാരണം പിന്തിരിയാൻ നിൽക്കുന്ന സമയത്ത് പാരൻസിൻ്റെ മുകളിൽ നിന്ന് പിന്നെയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രഷറും എക്സ്റ്റേണൽ പ്രഷറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി പതിയെ എന്തിലേക്ക് പോവാണ്, സ്ട്രെസ്സിലേക്ക് പോവാണ്. അപ്പം പറയണത് ഒരു വർക്ക് പോലും ശരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ആണെങ്കിൽ പോലും എന്ത് സംഭവിക്കുകയാണ്, സ്ട്രെസ്സിലായി നിൽക്കുന്ന സമയത്ത് അതും നമുക്ക് ക്ലിയറായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റാതാവുമ്പോഴോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാവുന്ന സമയത്തൊക്കെ നമ്മുടെ കോൺഫിഡൻസിന് അത് ബാധിക്കും അല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ എന്ത് സംഭവിക്കുകയാണ്, ആളുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളുകളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, മറ്റുള്ളവരിൽ നിന്ന് വിട്ടുമാറാൻ തുടങ്ങും. അവരെന്നെ ആ ഒരു ലോൺലിനെസ്സിൽ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും. ആ ഒരു ഇൻഎഫിഷ്യൻസി വരുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലുള്ള അവരുടെ താല്പര്യക്കുറവ് വരും. അങ്ങനെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി മോറലി ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യണം, നമ്മൾ സ്ട്രെസ്ഡ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത്, അതായത് നമ്മൾക്ക് കയ്യിലുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ്, അത് ജോലിയാവാം, പഠിക്കുന്ന കാര്യത്തിലാവാം, പ്രോബ്ലംസ് ആവാം, എന്തോ ആവട്ടെ, ആ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കാം ആൻഡ് കൂൾ മൈൻഡായിട്ട് എന്താണ് പ്രോബ്ലം, എവിടെയാണ് ആ പ്രോബ്ലം എന്നുള്ളത് അനലൈസ് ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ടൈം കണ്ടെത്തുക, എന്തിനു വേണ്ടിയിട്ട്, എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക്, എവിടെയാണ് സംഭവം തെറ്റിപ്പോയതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ടൈം അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിൽ ഹെസിറ്റേറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ വീക്ക്നെസ് ഓപ്പൺ മൈൻഡോട് കൂടി നോക്കിക്കാണണം. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാനത് മറച്ചു വെക്കല്ല ചെയ്യേണ്ടത്, പക്ഷെ അത് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നോക്കി കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലാത്ത സമയത്ത് എന്തെങ്കിലും നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഷെയർ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസൾട്ടും ഇല്ലാതെ നമ്മൾ പിന്നെയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ തന്നെ ഭയങ്കര മിസറബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഓണസ്റ്റ് അബൌട്ട് അവർ ഓൺ വീക്ക്നെസ്. നമ്മുടെ വീക്ക്നെസ്സായിട്ട് നമ്മളെ പോരായ്മകൾ എവിടെയെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങണം, നമ്മളത് ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്.
പിന്നെ പറയണം ടു സീ ദാറ്റ് പ്രഷർ ഓർ ടെൻഷൻ ഡസ് നോട്ട് ബിൽഡ് അപ്പ് ആൻഡ് ഹോണ്ട് എ പേഴ്സൺ വൺ ഷുഡ് പ്രോഗ്രാം വൺസ് വർക്ക്. അപ്പം നമ്മളെ ഈ ഒരു എന്താണ് പ്രഷറൊന്നും നമ്മളെ വിടാതെ പിന്തുടരാതിരിക്കും, അങ്ങനെ എപ്പോഴും നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പിന്നാലെ കൂടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നമ്മുടെ കയ്യിലുള്ള എന്താണോ കാര്യങ്ങൾ അതൊന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അതായത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ എന്താണോ നമുക്ക് ചെയ്യാനുള്ള ഒരു ഗോൾ, എന്തെങ്കിലും അച്ചീവ് ചെയ്യാനാണോ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴികളെ കുറിച്ച് നോക്കാം. അതായത് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ഗോളിലേക്ക് അത് അക്കംപ്ലിഷ് ചെയ്യാൻ ഒരു ഈസി വേ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, ഒരു കാം ആൻഡ് ബാലൻസ്ഡ് മൈൻഡോട് ഒരുപാട് ക്ഷമയും മൈൻഡൊക്കെ ഒന്ന് കാം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യാൻ എളുപ്പത്തിൽ സാധ്യമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയാം, നമുക്കിപ്പോൾ കുറേ ടാസ്ക് ഉണ്ടാവും ചെയ്യും, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട. അങ്ങനെ ചെയ്യാനുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളത് അതിൽ ഫസ്റ്റ് തുടങ്ങാനാണ് പറഞ്ഞത്. ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, ഞാനിത് ചെയ്തു എന്നുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ഓരോ സ്റ്റേജ് ഓഫ് എന്താണ് ഡിഫിക്കൽട്ട് ആ ഒരു നോക്കി ചെയ്യുക. അതിന് ആ സമയത്ത് നമുക്ക് പതിയെ ടൈം ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാനും അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഇല്ലയെന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ ചെയ്യുന്ന വഴി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഒരു റിയലൈസേഷൻ, അതായത് സൊല്യൂഷൻ ഉണ്ട് എല്ലാ പ്രോബ്ലത്തിനും ഉള്ള എന്നുള്ള ആ റിയലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സ്ട്രെസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വാനിഷ് ആവുമെന്നാണ് പറയുന്നത്, ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രെസ്സിനുള്ള മറ്റൊരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മുന്നിലെത്തണം, അല്ല എല്ലാവർക്കും ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കണം, എല്ലാവർക്കും സക്സസ്ഫുൾ ആവണം എന്നുള്ളതാണുള്ളത്. അപ്പോൾ ഈ ഒരു റാറ്റ് റേസ് എന്ന് പറയുന്ന സംഭവം സംഭവിക്കുന്നത് ഗ്രീഡ്, കുറേ പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഗ്രീഡാവുക, പിന്നെ അതുപോലെ തന്നെ ജലസി, ഇങ്ങനത്തെ കേസിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും കുറേ ഏൺ ചെയ്യണം, എല്ലാവർക്കാളും മുന്നിൽ എത്തണം എന്നുണ്ടാവും. പക്ഷേ നമ്മൾ എത്താൻ ഉദ്ദേശിക്കുന്നതിൽ നമ്മൾക്ക് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് സംഭവിക്കും, തോറ്റു പോകും, നമുക്ക് അവിടെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ഗോൾ സെറ്റ് ചെയ്യണം, നമ്മുടെ എബിലിറ്റീസ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിന് നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എംബിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എബിലിറ്റിക്ക് സ്യൂട്ടബിൾ അല്ല എങ്കിൽ, അതായത് എൻ്റെ കഴിവുകൾക്ക് പര്യാപ്തമായിട്ടുള്ളൊരു ഇതല്ല ഞാൻ വെച്ചിരിക്കുന്നത് എങ്കിൽ ഐ ഫേസ് സർട്ടൻ ഫെയിലിയേഴ്സ് ഇൻ ദെയർ അല്ലേ. അപ്പോൾ അവിടെ പറയുകയാണ് നമ്മളെപ്പോഴും എംബിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, നമ്മുടെ എബിലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ ഇതാക്കണം. അപ്പം ഈ ഒരു സമയത്ത് നമുക്കത് അങ്ങനെ സാധ്യമായില്ല, അതായത് നമ്മൾ ഫെയിലിയർ ഫേസ് ചെയ്തു എങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ എന്താവും വീണ്ടും സ്ട്രെസ്ഡ് ആവണമെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും, ആങ്കർ, ദേഷ്യം വരും അല്ലേ. ആളുകൾക്ക് എന്തെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല, സക്സസ് കിട്ടിയില്ല, തുടർച്ചയായിട്ട് ഫെയിലിയേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആംഗ്രി പേഴ്സണ് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ആംഗ്രി ആയിട്ടാണ് ഒരാളുള്ളതെങ്കിൽ ഹി ഓർ ഷീ കനോട്ട് ടേക്ക് റൈറ്റ് ആക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേഷ്യത്തിലെടുത്ത ദേഷ്യം കൊണ്ട് നമ്മളെടുത്ത് പല തീരുമാനങ്ങൾ എന്താവാം മറ്റ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ്, പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മൾക്ക് മാത്രമല്ല പക്ഷെ അവരുടെ കുടുംബത്തിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ആ ഒരു തീരുമാനം ബാധിക്കുന്നതാണ് പറയുന്നത്. ദെൻ പറയണം എന്താണ്, ചേഞ്ച് ഓഫ് വർക്ക് നൗ ആൻഡ് ദെൻ മേക്സ് വൺ ഫീൽ റിഫ്രഷ്ഡ്. അതായത് നമ്മളെന്നും സ്ഥിരമായിട്ട് ഒരേ 24/7 ഒരേ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ലൈഫിൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലും ഒക്കെ ഒരു ഒക്കെ ആ സെയിം റൂട്ടീനിൽ പോകുന്ന സമയത്ത് ആളുകൾക്ക് കുറേ പ്രോബ്ലം ഫേസ് ചെയ്യും. അപ്പോൾ പറയാണ് ഒരു ചേഞ്ച് നമുക്ക് വേണം. അപ്പോൾ ആ ചേഞ്ച് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, ഹോബീസിലൂടെ നമുക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹോബി ഉണ്ടെങ്കിൽ നമ്മളൊരാളുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിൽ ഹോബിക്ക് പ്രധാന പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എന്താണ് നമ്മൾ കുറേ നേരം ഇപ്പോൾ IT ഫീൽഡിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോബി ഡെവലപ്പ് ചെയ്യുകയാണ്. അത് ഫിസിക്കലി നമ്മളതാക്കുന്ന കുറച്ച് ഹോബി ആണെങ്കിൽ ആ ഒരു ഫിസിക്കൽ വർക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഹോബിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെൻ്റൽ എഫിഷ്യൻസി മൈൻഡും ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ സാധ്യമാവുമെന്നാണ് പറയുന്നത്. വൈസ് വേഴ്സ സിറ്റുവേഷൻ നേരെ തിരിച്ചു ആകാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയുകയാണ് മ്യൂസിക് കേൾക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുന്നത്, നടക്കാൻ പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്നത്, ഫോളോ ചെയ്യുന്നത്, പെർസീവ് ചെയ്യുന്നത് ഒക്കെ സിമ്പിൾ മീൻസാണ് എന്തിനുള്ളത്, നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാനുള്ള സിമ്പിൾ മീൻസാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്.
ദെൻ തേർഡ് സെക്ഷൻ പിന്നെ പറയുന്നത് എന്താണ്, റിമൂവൽ ഓഫ് സ്ട്രെസ് ബൈ ഇറ്റ് സെൽഫ് വിൽ നോട്ട് ലീഡ് ടു അൺക്വാളിഫൈഡ് സക്സസ് അൺലെസ് ദർ ഈസ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം അറ്റ് വൺസ് ഡിസ്പോസൽ. ഇനി അടുത്തൊരു കാര്യം, സ്ട്രെസ് മാറ്റുന്നത് കൊണ്ട് മാത്രം അയാൾ സക്സസ് ആവണമെന്നില്ല, ആ ഒരു സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ ബാധിച്ചിട്ടാണ് നമ്മുടെ സക്സസ് ഉള്ളത്. സ്ട്രെസ് പോയതിനാൽ മാത്രം ഞാൻ സക്സസ്ഫുൾ ആവുന്നില്ല, എന്തും കൂടി ചെയ്യണം, ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വേർഡാണല്ലേ, എല്ലാവരും മുന്നോട്ട് പോകാനുള്ള, എല്ലാവർക്കും സക്സസ്ഫുൾ ആവണം, എല്ലാവർക്കും ഏറ്റവും ഫസ്റ്റ് എത്തണം എന്നുള്ള ഇതിലാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുന്നത്, ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് സക്സസ് ആവുന്നത് വെച്ചാൽ, ആർക്കേ സക്സസ് ആവാൻ പറ്റുള്ളൂ, ടൈം ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ആക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം എന്തെന്ന് പറയുന്നത്, സമയം എന്നുള്ളത് പ്രഷ്യസ് ആണ്, വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അത്രയും ഡിസ്ക്രീറ്റ്, അത്രയും ശ്രദ്ധിച്ച് വേണം എന്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, സമയം യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈം എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യണം, അതിനാണ് നമുക്ക് എന്തുള്ളത്, ടൈം മാനേജ്മെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ പറയണത് ആദ്യം നമുക്കൊരു ഹാബിറ്റ്, ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം, ടൈം പ്ലാൻ ചെയ്യുക, ആ ഒരു ടൈം പ്ലാൻ ചെയ്യാന്നുള്ള ഒരു, അത് മാനേജ് ചെയ്യാന്നുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഈ അതായത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അത് അഡ്വാൻസ്ലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം പറയാം, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇത്ര സമയം എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ജോലിക്ക് പോവുകയാണെങ്കിൽ അത് ഇത്ര സമയം കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര ടൈം കൊണ്ട് കുക്ക് ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ കറക്റ്റ് എത്താൻ എത്ര മണിക്ക് നമ്മൾ ഇവിടെ ഇറങ്ങണം, അതായത് അണ്ടർലൈനിങ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് നീഡ് ടു ബി ഡൺ അറ്റ് എ ഡെഫിനിറ്റ് ടൈം, കൃത്യമായിട്ട് സമയത്തില്ലേ, ഓഫീസിൽ നമ്മൾ ഇത്ര സമയത്ത് കയറിയിരിക്കണം, എത്തിയിരിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ഇത്ര സമയത്ത് എത്തിച്ചിരിക്കണം എന്നുള്ള, അങ്ങനെ കുറച്ച് ഡെഫിനറ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് കുക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും, പഠിക്കാൻ എത്ര സമയം വേണ്ടി വരും, അതൊക്കെ ഏകദേശം ഒന്ന് ടൈം ചാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ദേ നീഡ് ടു ബി ഡൺ, അല്ലേ, നമ്മൾ ഓരോന്നായിട്ടായിരിക്കും ചെയ്യേണ്ടത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടാവും, പിന്നത്തേക്ക് ഡിന്നർ. അപ്പോൾ അതല്ലാതെ ഇൻ ബിറ്റ്വീനും നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സീക്വൻസ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാത്രമായിരിക്കില്ല, വേറെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ടൈം പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം അതായത് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ, ആവശ്യമുള്ള സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ പ്രയോറിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വൺസ് യു ഹാവ് ലിസ്റ്റഡ് ഔട്ട് യുവർ പ്രയോറിറ്റീസ് റൈറ്റ് ദം ഡൗൺ, ഇതിൽ ഏറ്റവും മുൻഗണന പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ദെൻ മറ്റ് കാര്യങ്ങളാണ് പറയുന്നത്, ഹൗ യു ഷുഡ് റിമെമ്പർ ഹൗവർ യു ഷുഡ് റിമെമ്പർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ മേക്കിംഗ് എ ടൈം പ്ലാൻ. ഏതൊക്കെയാണ് മറ്റ് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, റെസ്റ്റിനും എൻ്റർടൈൻമെൻറ്റിനുള്ള സമയമുണ്ട്. എന്നും പണി മാത്രം എടുത്താൽ മതിയോ, എന്നും ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ, എന്നും കുട്ടീനെ വിട്ടാൽ മാത്രം മതിയോ, നമുക്കായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സമയം വേണം, അല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റിലാണെങ്കിലും റെസ്റ്റ് എടുക്കാനാണെങ്കിലും സമയം വേണം. അപ്പോൾ അതുപോലെ തന്നെ പ്ലാൻ എപ്പോഴും എന്തായിരിക്കണം, പ്രാക്ടിക്കലായിരിക്കണം, സൂപ്പർഫിഷ്യൽ ആവരുത്. നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പ്ലാൻ ഫുള്ള് നമുക്ക് പ്രാക്ടിക്കൽ അല്ല, റിയലിസ്റ്റിക് അല്ലാത്തൊരു ഇത് ഉണ്ടാക്കിക്കൊണ്ട് ആ പ്ലാനിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാൻ റിയലിസ്റ്റിക് ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് എല്ലാ ഗ്രേറ്റ് മെനും, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ജീനിയസും എന്താണ്, അവരുടെ ഗ്രേറ്റ്നെസ്സും ഗ്ലോറിയൊക്കെ അറ്റൈൻ ചെയ്തത് എങ്ങനെയാണ്, അവർക്ക് വാല്യൂ, സമയത്തിൻ്റെ ആ ഒരു വിലയെക്കുറിച്ച് നല്ല അറിവുള്ളതുകൊണ്ടാണ്. ലൈക്ക് ദേ ന്യൂ ഹൗ ടു മേക്ക് യൂട്ടിലൈസ് ദ ടൈം, അവരുടെ സമയത്തിനെ കുറിച്ച് നല്ല അറിവും അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിവുള്ള ആളുകളാണ് എന്ത്, എല്ലാ ഗ്രേറ്റ് മെൻ എന്നാണ് പറയുന്നത്. അവർക്ക് എല്ലാവർക്കും എന്തായിരുന്നു, ടൈം പ്രഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അതായത് മറ്റുള്ളവർ വെറുതെ തിരിഞ്ഞു കളിക്കുന്ന സമയത്ത്, അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രേറ്റ് മെൻ എന്ത് ചെയ്തു, അവരുടെ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലൈഫിലുള്ള ചാലഞ്ചസ് ഒക്കെ മീറ്റ് ചെയ്യാനോ അതുവഴി സക്സസ് അച്ചീവ് ചെയ്യാനൊക്കെയാണ് ഗ്രേറ്റ് പീപ്പിൾസ് എന്ത് യൂസ് ചെയ്തത്, അവരുടെ ടൈം യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയണം എന്താണ്, ഒരാൾ എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം, വാട്ട് ഷുഡ് ഹാപ്പൻ, വാട്ട് ഷുഡ് ബി ഡൺ എന്നുള്ള കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. കാരണം അതുവഴിയാണ് നമുക്ക് എന്തായാലും ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടുള്ളൂ, അല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് സക്സസ് ആവണമെന്നില്ല, നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അത് പ്രോപ്പർ ആ ഒരു ടൈം യൂസ് ചെയ്തിട്ടേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ഷെഡ്യൂളും പ്രോഗ്രാമും ഉണ്ടായിരിക്കണം, നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് നമ്മുടെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നാണ് പറയുന്നത്. സച്ച് എ പ്രോഗ്രാം ഷുഡ് ബി ഇൻ കൺഫോമിറ്റി വിത്ത് വൺ സ്കിൽ ആൻഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റീസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്
നമ്മുടെ സ്കില്ലിന് ഉൾക്കൊള്ളുന്നതായിരിക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്നതായിരിക്കണം, അത് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്തേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രെസ്സൊന്നും ടെൻഷനൊന്നും ഫ്രീ ആവാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്നത് നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നതാണ് പറയുന്നത്, നമ്മുടെ ലൈഫ് ടെൻഷൻ ഫ്രീ ആവും. താങ്ക് യു.